യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. 150. അഞ്ജു പോവാം. പോവാം. നമുക്കെന്താ പോവാം. വിഷ്ണു എന്തായി പോവാം. പോവാം. അയ്യോ അമ്മ. എടുക്ക്. ഹലോ അമ്മേ. നിങ്ങൾ ആള് കൊള്ളാലോ, ഇത്ര നേരമായിട്ടൊന്നും വിളിച്ചുമില്ല. അതോ ഇവിടുന്ന് ഇറങ്ങിയ പാടെ അമ്മ അങ്ങ് മറന്നോ? അല്ലമ്മേ, അമ്മ കുടുംബക്ഷേത്രത്തില് എന്തോ വലിയ പൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. അമ്മ തിരിച്ച് വീട്ടിലെത്തിയോ? എത്തി. നിങ്ങളിപ്പോ എവിടെ എത്തി? സ്ഥലം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല അമ്മേ. ഒരു ബോർഡ് പോലും കാണുന്നില്ല. രാമപുരം എത്താറായെന്ന് തോന്നുന്നു. നമ്മളിത് കൊട്ടാരക്കര പോലും ആയിട്ടില്ല. മോൻ എന്താ പറഞ്ഞേ? രൂപേഷേട്ടൻ നല്ല ഉറക്കത്തിലാ. ഈ പറയുന്നതൊക്കെ സത്യമാണല്ലോ? അതോ ഞാൻ വിഷ്ണുവിനെ വിളിച്ച് ഉറപ്പിക്കണോ? അമ്മ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ. എന്താ അമ്മയ്ക്കൊരു സംശയം പോലെ? അമ്മ രാവിലെ ഇറങ്ങിയപ്പോ ഞാനും ഉണർന്ന് താഴേക്ക് വന്നതാ. ഞാന് കുളിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അമ്മയ്ക്ക് പൂജയ്ക്ക് പോകാനുള്ളതല്ലേന്ന് കരുതി. അതാ യാത്ര അയക്കാൻ ഞാൻ വരാതിരുന്നത്. ഞങ്ങൾ പുറപ്പെടാൻ കുറെ താമസിച്ചു. രൂപേഷേട്ടനെ എണിക്കാൻ താമസിച്ചതാ. എന്താ എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞൊന്നും അല്ല അമ്മേ. രൂപേഷേട്ടന്റെ കൈ കൊണ്ടതാ. അമ്മേ, രൂപേഷേട്ടനെ എണ്ണിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഉച്ചയായി. അമ്മേ, ദർശനം നോണ പറയോ? ഞാനാ രാവിലെ ദർശനം വിളിച്ചുണർത്തിയത്. ദർശനയുടെ കാലനൊക്കെ വയ്യായിരുന്നു. എന്താ ഇത്? എന്താ എന്താ പ്രശ്നം? എന്താ നിന്റെ കാലില്? കാലിന് എന്താ പറ്റിയെന്ന് പറ. അതോ രണ്ടാളും കൂടി വഴക്കിടുക? അല്ല, കാലിനൊന്നുമില്ല അമ്മേ. രാവിലെ എണീറ്റപ്പോ ചെറിയൊരു പെരുപ്പ് പോലെ. അതെന്താ, ഇനി തണുപ്പിന്റെ ആണോ? ഹൈ റേഞ്ച് എത്തും മുൻപേ തണുപ്പ് തുടങ്ങിയോ? ഒരു നുണ സത്യമാക്കാൻ നിനക്ക് പല നുണകൾ പറയേണ്ടി വരും. ഞാൻ എല്ലാം അറിഞ്ഞു. നിനക്ക് വയ്യെങ്കിൽ ടൂറിനൊന്നും പോകണ്ട, തിരിച്ചിങ്ങു പോരെ. കാലൊക്കെ ശരിയായിട്ട് സാവകാശം പോകാം. ഇല്ലമ്മേ, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. മോളെ ആരാ ഉപദ്രവിച്ചത്? ഇവരെല്ലാരും പറയുന്നത് മോള് താക്കോലിനെ രക്ഷിക്കാൻ ചെന്നപ്പോ ഏതോ ഗുണ്ടകൾ ഉപദ്രവിച്ചതാണെന്നാ. ഗീതമ്മ പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന്. ഇപ്പൊ ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്? അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ. ചെറിയൊരു വേദന. എന്റെ കാലിന് വേറൊന്നും പറ്റിയിട്ടില്ല.
താക്കോലിനെ അടിച്ചൊരടി എനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ. ഇത്തിരി എണ്ണ ഇട്ട് തടവിയപ്പോ അതൊക്കെ മാറി. ദേ, മോള് സൂക്ഷിക്കണം. നിങ്ങളുടെ യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞു. ഒരു കുഴപ്പമില്ല അമ്മേ. ആ അമ്മേ, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഓ, രക്ഷപ്പെട്ടു. അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ഗീതമ്മേ, എഴുത്തി വന്നോ? ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള ഗുളിക എടുക്കട്ടെ? ഗുളികയുടെയും എന്റെയും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണോ ഗീതമ്മ ഓർത്തത്? അതോ മനഃപൂർവ്വം മറന്നതാണോ? മറന്നതല്ലേ എടുത്തി. ഞാൻ ഒറ്റയ്ക്കല്ലേ, ഈ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കണ്ടേ. രാവിലെ തുടങ്ങുന്ന തൂപ്പും തുടപ്പും രാത്രി വരെ നീളും. രാജി കല്യാണം കഴിഞ്ഞ് തുടർച്ചയായി വരാന്നും പറഞ്ഞിട്ട് പോയതാ, പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. എല്ലാം ഗീതമ്മയുടെ കുഴപ്പം തന്നെയാ. ഒരു സഹായത്തിനെങ്കിലും നിന്റെ മോളെ കിട്ടുമായിരുന്നല്ലോ. അതെങ്ങനെയാ? വളർത്തി വഷളാക്കി വെച്ചിരിക്കയല്ലേ. ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ? പിന്നെ ഉണ്ട് ഒരെണ്ണം. അവളിപ്പോ അമ്മയെ നോക്കി പഠിച്ചോണ്ടിരിക്കുക. വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ആളെ തമ്മിലടിപ്പിക്കാനും അവളും ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. പിന്നെ 2 പെണ്ണുങ്ങളുണ്ട് ഈ വീട്ടിൽ. അവരിൽ ഒരാള് മജിസ്ട്രേറ്റും ഒരാള് കളക്ടറും ആണല്ലോ. തിരക്ക് കാരണം അടുക്കളയിലോട്ടൊന്ന് എത്തി നോക്കാൻ പോലും അവർക്ക് സമയമില്ല. ഇതിനൊക്കെ തുടക്കം വെച്ചതേ ഗീതമ്മ തന്നെയാ. എല്ലാം ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്താലേ ശരിയാകൂ എന്നൊക്കെ ശാഠ്യം പിടിച്ച് എല്ലാം ഏറ്റെടുത്തതല്ലേ. അങ്ങനെയൊന്നും അല്ല എടുത്തി. അറിഞ്ഞു സഹായിക്കാൻ വന്നാ ഒരു കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ 100 ഒഴിവ് പറയും. പിന്നെ ആരുടെയെങ്കിലുമൊക്കെ കൈപിടിച്ച് ചെയ്യിക്കുന്നത് എനിക്കൊട്ട് ഇഷ്ടവുമല്ല. അതൊക്കെ പോട്ടെ എടുത്തി. എന്തായി കാവിലെ പൂജകളൊക്കെ? ദൈവപ്രശ്നമൊക്കെ ഭംഗിയായിട്ട് നടന്നോ? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കിപ്പ അറിയേണ്ടത് ഗീതമ്മയ്ക്ക് എന്തു പറ്റിയെന്നാ. ഈ വീട്ടിൽ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളുന്ന എന്റെ കൂടപ്പറപ്പിനെ പോലെയാ ഞാൻ ഗീതമ്മയെ കണ്ടിരുന്നത്. മോളെ പോലും വെറുപ്പിച്ച് എന്നോടൊപ്പം എന്നും ഗീതമ്മ നിന്നിട്ടുമുണ്ട്. പിന്നെന്താ ഇപ്പൊ ഒരു മനംമാറ്റം? എന്താ എടുത്തിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? ഞാനെപ്പോഴും എടുത്തോട് ഒരുപോലെ തന്നെയാ നിന്നിട്ടുള്ളത്. പിന്നെന്താന്നറിയില്ല, ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയൊരു തലവേദനയാ. 2-3 ഗുളിക കഴിച്ചതാ, എന്നിട്ടും മാറുന്നില്ല. ഇപ്പോഴും തല വെട്ടിപ്പൊളിയുന്ന പോലെയാ. കഴിക്കാനൊരു ഗുളിക എടുത്തപ്പോഴാ ഏട്ടത്തി ഗുളിക കഴിച്ചു കാണില്ല എന്ന് ഞാൻ ഓർമ്മിച്ചത്. ഗീതമ്മേ, ഒരിടത്ത് വീണാൽ കിടന്നുരുളാതെ എഴുന്നേൽക്കുന്നതല്ലേ ബുദ്ധി. ഞാനിന്ന് വെളുപ്പിനെയല്ലേ ഇവിടുന്ന് പോയത്. ഗീതമ്മയല്ലാതെ ആരും എണീറ്റിട്ടും ഉണ്ടായിരുന്നില്ല. രാവിലെ എനിക്ക് ചായ തന്നതും യാത്രയാക്കിയതും ഒക്കെ ഗീതമ്മ തന്നെയാ ആണല്ലോ. അതിന്റെ തലേന്ന് ഇന്നലെ മുതൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഗസ്റ്റ് ഹൗസിൽ അഞ്ജുവിന് കൂട്ടിരിക്കാൻ പോയ താക്കോലിനെ ആരോ ആക്രമിച്ചു. അതിലിടപെടാൻ ചെന്നപ്പോ ദർശനയ്ക്ക് അടിപറ്റിയെന്നോ, അതും കാല് മുടന്തുന്ന രീതിയിൽ കാര്യമായ പരുക്കുമുണ്ട്. എന്നെ ആരും വിളിച്ചറിയിച്ചില്ല എന്നുള്ളത് പോട്ടെ. ഞാനിപ്പോ ഇവിടെ വന്ന് കയറിയിട്ട് 3 മണിക്കൂറായി. ഗീതമ്മ വരുന്നത് ഇപ്പോഴാ. ജോലി കൂടുതലും തലവേദനയൊന്നും അല്ല കാരണം. അത് ഗീതമ്മയ്ക്ക് നന്നായിട്ടറിയാം. ഗീതമ്മ പറഞ്ഞതൊക്കെ തെറ്റാണെന്നും. അതുപോലെ ഞാൻ വിളിച്ചപ്പോ മണി 11 കാണും. രാവിലത്തെ പൂജ കഴിഞ്ഞ് വെള്ളം കുടിച്ചത് അപ്പോഴാ. സമയം കൃത്യമായി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഗീതമ്മ എന്താ പറഞ്ഞത്? ദർശനയും മോനും ഇവിടുന്ന് പോയിന്നല്ലേ? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് അവരിവിടുന്ന് പോയതെന്ന് ഞാൻ വിളിച്ചപ്പോ ദർശന എന്നോട് പറഞ്ഞല്ലോ.
പക്ഷെ അതിനു മുൻപ് ഇവിടുന്ന് ഒരാൾ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. ശ്രേയ.